പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയേത്? ഉത്തരം പ്ലാസ്മ. പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പെരിസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസമേത്? ഉത്തരം പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനമാണ് പെരിസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസം. ജലത്തിൻ്റെ അപവർത്തനാങ്കം എത്ര? ഉത്തരം 1.33. 1.33 ആണ് ജലത്തിൻ്റെ അപവർത്തനാങ്കം. ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എത്ര? ഉത്തരം 9.83 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. 9.83 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത്? ഉത്തരം പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവേത്? ഉത്തരം 45 ഡിഗ്രി. 45 ഡിഗ്രിയാണ് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതാര്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം എത്ര? ഉത്തരം 340 മീറ്റർ/സെക്കൻഡ്. 340 മീറ്റർ/സെക്കൻഡ് ആണ് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമെന്ത്? ഉത്തരം പ്രതലബലം. പ്രതലബലം ആണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം കുറയുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? ഉത്തരം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. ഭൂമിയുടെ പലായന പ്രവേഗം എത്ര? ഉത്തരം 11.2 കിലോമീറ്റർ/സെക്കൻഡ്. 11.2 കിലോമീറ്റർ/സെക്കൻഡ് ആണ് ഭൂമിയുടെ പലായന പ്രവേഗം. 1 കിലോഗ്രാം വെയിറ്റ് എന്നത് എത്ര ന്യൂട്ടണാണ്? ഉത്തരം 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വെയിറ്റ് എന്നത് 9.8 ന്യൂട്ടൺ ആണ്. ജലത്തിൻ്റെ സാന്ദ്രത എത്ര? ഉത്തരം 1000 കിലോഗ്രാം/മീറ്റർ ക്യൂബ്. 1000 കിലോഗ്രാം/മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണമേത്? ഉത്തരം കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസമേത്? ഉത്തരം വിസരണം. വിസരണമാണ് ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? ഉത്തരം സംവഹനം. സംവഹനമാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കമ്പനങ്ങൾ. കമ്പനങ്ങൾ ആണ് ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ.